കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, ശത്രുദോഷം ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അയാളിലും അയാളുടെ വീട്ടിലുമൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പൊതുവേ പല ദശാസന്ധി കാലഘട്ടങ്ങളിലും പല ഗ്രഹങ്ങൾ ദോഷമായിട്ട് വരുന്ന അവസരങ്ങളിലുമൊക്കെ പല അനർത്ഥങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ശത്രുദോഷം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ്, നെഗറ്റീവ് എഫക്റ്റ് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ എന്താണെന്നല്ലേ, അപ്പോൾ നമുക്ക് ശത്രുദോഷം വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്നിനോടും താല്പര്യമില്ലാതെ വരുന്നൊരവസ്ഥ, എല്ലാവരോടും മടുപ്പ്, എല്ലാവരോടും വെറുപ്പ്, ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു കുറ്റബോധം എപ്പോഴും അവനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നമുക്ക് എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും തടസ്സങ്ങൾ ഉണ്ടാവുക, സ്തംഭനാവസ്ഥ. നമ്മൾ 2 അടി മുന്നോട്ട് വെക്കുക എന്ത് കാര്യത്തിനും, 4 അടി പുറകോട്ടങ്ങ് പോകും. ആ മുന്നോട്ട് വെച്ച് നടന്നുമില്ല, പുറകോട്ടാണ് പോയത് താൻ. വളരെ ഗുണകരമായിട്ടുള്ള മേഖലകളിൽ, നമുക്ക് അത്ര പ്രാവീണ്യമുള്ള മേഖലകളിൽ പോയാലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് ഗുണമുണ്ടാവും. നമ്മൾ ആ മേഖലയെ കൊണ്ട് പൈസ മുടക്കി കഴിയുമ്പോഴത്തേക്കും ഗുണത്തിന് പകരം ദോഷമായിട്ട് വരിക. വളരെ അടുത്ത് നിന്ന സുഹൃത്തുക്കളുമായിട്ട്, വളരെ അടുത്ത് നിന്ന ബന്ധുക്കളുമായിട്ട് ഒക്കെയുള്ള ബന്ധുബലം, സുഹൃത്ബലം കുറയുക. ഇവരുടെയൊക്കെ കലഹത ഉണ്ടാകുന്ന അവസ്ഥ. നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിക്കണം നമുക്ക് തോന്നത്തില്ല. കടം കൊടുത്തവരോട് നമുക്ക് കാണുമ്പോഴത്തേക്കും അവരോട് ദേഷ്യമൊക്കെ സാധാരണഗതി തോന്നാം. പക്ഷേ ഈ ശത്രുദോഷം വന്നു കഴിഞ്ഞാൽ ഇവരെ കാണുമ്പോൾ ഒന്നും മിണ്ടാൻ തോന്നത്തില്ല. നമ്മുടെ വാ പൂട്ടി വെച്ചേക്കുന്ന അവസ്ഥയാണ്. പൈസ ചോദിക്കണമെന്നുമില്ല, ചോദിക്കേണ്ടെന്നുമില്ല, എന്നാൽ കിട്ടിയാൽ കൊള്ളുകയും ചെയ്യാം. അതുപോലെ നമ്മൾ സ്ഥാപനത്തിലോട്ട് പോകണം തോന്നത്തില്ല, നമ്മുടെ വസ്തുവിലോട്ട് പോകണം തോന്നത്തില്ല. മൊത്തത്തിൽ അതിന് മടുപ്പായിരിക്കും. നമ്മുടെ റൂമിൽ തന്നെ കഴിഞ്ഞു കൂടാനുള്ള ആ ഒരു തോന്നും. ഇതൊക്കെ മാനസിക വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. പക്ഷെ ആ മനഃപ്രയാസം വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കാരണങ്ങൾ കാണുമല്ലോ. അതുപോലെ ബിസിനസ് മേഖലയിലൊക്കെ നമ്മൾ സാമ്പത്തികം വന്നുകൊണ്ടിരുന്നതാണ്, നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരുന്ന ആൾക്കാർ കൂടി നമ്മുടെ അടുത്ത് വരാതിരിക്കുക. അത് കൂടുതലും ചിലരിലൊക്കെ കണ്ടുവരുന്ന വെച്ചാൽ അടുത്ത് വേറെ മേഖലയായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനം തുടങ്ങുമ്പോഴാണ് കണ്ടുവരുന്നത്. വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും വരത്തില്ല. നമുക്ക് ബിസിനസ് വന്നുകൊണ്ടിരിക്കാൻ ബിസിനസ് തരത്തില്ല. ബിസിനസ്സിൽ പരാജയങ്ങളൊക്കെ ഉണ്ടാവുക. ഒരു നമുക്ക് സാധനം എടുത്തു വെച്ചാൽ സാധനം തീർന്നു പോകുന്നുണ്ട്, സാമ്പത്തികം വരുന്നുണ്ട്, പക്ഷെ സാമ്പത്തികം നിൽക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശത്രുതാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കണം തോന്നത്തില്ല, കുളിക്കണം തോന്നത്തില്ല, ഈശ്വര പ്രാർത്ഥന ചെയ്യണം തോന്നത്തില്ല, വിളക്ക് കത്തിക്കുന്ന കണ്ടാൽ നമുക്ക് ദേഷ്യം വരുന്ന അവസ്ഥ വരും. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ശത്രുതാ വിഷയം കൊണ്ട് പറയാൻ സാധിക്കും. നമുക്ക് ചില സമയങ്ങളിൽ പ്രത്യേക ഗന്ധങ്ങളൊക്കെ അനുഭവപ്പെടുക. ത്രിസന്ധ്യയാകുമ്പോൾ ഈ കരിഞ്ഞ മുട്ടയുടെ ഗന്ധം, ചീമുട്ടയുടെ ഗന്ധം അനുഭവപ്പെടുക. ചില ദിവസങ്ങളിലൊക്കെ സന്ധ്യയാകുമ്പോൾ ഭയങ്കരമായിട്ട് ഭസ്മത്തിൻ്റെ മണം തോന്നുക. ചില ദിവസങ്ങളിലൊക്കെ ഈ ചന്ദനത്തിരി, അതുപോലെ ചന്ദനക്കട്ട, കുന്തിരിക്കയൊക്കെ കത്തിക്കുന്ന മണങ്ങൾ നമുക്ക് തോന്നുക. രാത്രിയാകുമ്പോഴത്തേക്കും 9 മണിക്ക് കഴിഞ്ഞതിന് ശേഷം ശവം കരിഞ്ഞ വാട നമുക്ക് ഉണ്ടാവുക. ഇതൊക്കെ ശത്രുതാ വിഷയമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വസ്തുവിൽ നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ നമ്മുടെ വസ്തുവില്ലാത്ത പല സാധനങ്ങൾ നമുക്ക് കിട്ടുക. ചെമ്പ് തകിടുകളാവാം, വെള്ളിത്തകിടുകളാവാം, പലവിധ ഈ മരവുരിയിൽ, അതായത് മരത്തിൻ്റെ തോലിലൊക്കെ കെട്ടിയ എന്തെങ്കിലും രൂപങ്ങളൊക്കെ ആവാം, പാക്ക് കെട്ടിയ അവസ്ഥകളാവാം, കുപ്പിക്കകത്ത് എന്തെങ്കിലും ദ്രവ്യങ്ങളാവാം, മുടി കെട്ടി അതിനകത്ത് കുറച്ച് തകിടുകളും അങ്ങനെയൊക്കെ ഉള്ളതാവാം. പിന്നെ പച്ചരിയാവാം, ഉണങ്ങിയ പുഷ്പങ്ങൾ, പച്ചരി, പിന്നെ മുട്ട ഉടച്ചേക്കുന്ന പോലെ തോന്നുക. അതുപോലെ ഈ പറവയുടെയൊക്കെ അസ്ഥി കാണുക, മീൻതല ഒക്കെ കാണുക, മീൻതല എന്തെങ്കിലും കുടത്തിനകത്തോ പട്ടിനകത്തോ ചുറ്റിയ അവസ്ഥകളിൽ കാണുക. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും ദുസ്വാദുകൾ അനുഭവപ്പെടുക. ഇതെല്ലാം ഈ പറഞ്ഞ ശത്രുക്കൾ കൃതമായിട്ടുള്ള ദോഷങ്ങൾ നമ്മുടെ ഭൂമിയിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളിതിനെ മറികടക്കും തോറും നമുക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.